ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ എന്താ പറയുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് പുട്ട് ഓപ്ഷൻ പ്രൈസിംഗ് എന്നൊരു ഭാഗമാണ്. കാൾ ഓപ്ഷൻ പ്രൈസിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. അടുത്ത് നമുക്ക് പറയാനുള്ളത് പുട്ട് ഓപ്ഷൻ പ്രൈസിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസാണ് പറയാനുള്ളത്. അപ്പോൾ പുട്ട് ഓപ്ഷൻ പ്രൈസിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസായിട്ട് ബന്ധപ്പെട്ടുള്ള 6 കാര്യങ്ങൾ. ഒന്ന്, മിനിമം വാല്യൂ ഓഫ് പുട്ട്, മാക്സിമം വാല്യൂ ഓഫ് പുട്ട്, വാല്യൂ ഓഫ് പുട്ട് അറ്റ് എക്സ്പിറേഷൻ, എഫക്റ്റ് ഓഫ് ടൈം ടു എക്സ്പിറേഷൻ, അപ്പർ ബൗണ്ട് ഫോർ പുട്ട് ഓപ്ഷൻ, ലോവർ ബൗണ്ട് ഓഫ് എ യൂറോപ്യൻ പുട്ട്. നമുക്കിത് ഓരോന്നേരം നോക്കാം. ഫസ്റ്റ് വൺ, ദ മിനിമം വാല്യൂ ഓഫ് എ പുട്ട്. ഒരു പുട്ടിൻ്റെ മിനിമം വാല്യൂ ആണ് ഫസ്റ്റ് പറയുന്നത്. എ പുട്ട് ഈസ് ആൻ ഓപ്ഷൻ ടു സെൽ എ സ്റ്റോക്ക് ഓർ അസറ്റ്. ഒരു അസറ്റോ സ്റ്റോക്കോ സെൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനെയാണ് പുട്ട് എന്ന് പറയുന്നത്. എ പുട്ട് ഹോൾഡർ ഹാസ് നോ ഒബ്ലിഗേഷൻ ടു എക്സസൈസ് ഇറ്റ്. പുട്ട് ഹോൾഡർക്ക് അത് എക്സസൈസ് ചെയ്യണമെന്നുള്ള യാതൊരു വിധത്തിലുള്ള ഒബ്ലിഗേഷനും ഇല്ല. ഹി വിൽ നോട്ട് ഡു സോ ഇഫ് എക്സസൈസിങ് ഇറ്റ് വിൽ ഡിക്രീസ് ഹിസ് വെൽത്ത്. അതായത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വെൽത്ത് ഡിക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യില്ല, ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യില്ല. ഡസ് എ പുട്ട് ക്യാൻ നെവർ ഹാവ് എ നെഗറ്റീവ് വാല്യൂ. അതുകൊണ്ട് തന്നെ ഒരു പുട്ട് ഓപ്ഷന് ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ ഉണ്ടാവില്ല. ദ വാല്യൂ ഓർ പ്രൈസ് ഓഫ് എൻ അമേരിക്കൻ പുട്ട് ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഇൻട്രൻസിക് വാല്യൂ. അതുകൊണ്ട് തന്നെ ഒരു അമേരിക്കൻ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് എന്നുള്ളത് ഇൻട്രൻസിക് വാല്യൂവിനോട് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാളും ഗ്രേറ്ററോ ആയിരിക്കും. അതാണ് മിനിമം വാല്യൂ ഓഫ് പുട്ട് എന്ന കണ്ടീഷനിൽ പറയുന്നത്. അപ്പോൾ പുട്ട് ഈസ് ആൻ ഓപ്ഷൻ ടു സെൽ എ സ്റ്റോക്ക് ഓർ അസറ്റ്. ഒരു അസറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കോ സെൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനെയാണ് നമ്മൾ പുട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എ പുട്ട് ഹോൾഡർ ഹാസ് നോ ഒബ്ലിഗേഷൻ ടു എക്സസൈസ് ഇറ്റ്. പുട്ട് ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം അത് എക്സസൈസ് ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള ഒബ്ലിഗേഷനും ഇല്ല. ഹി വിൽ നോട്ട് ഡു സോ ഇഫ് എക്സസൈസിങ് ഇറ്റ് വിൽ ഡിക്രീസ് ഹിസ് വെൽത്ത്. എക്സസൈസ് ചെയ്യുമ്പോൾ അയാളുടെ വെൽത്ത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യില്ല, ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യില്ല. ദസ് എ പുട്ട് ക്യാൻ നെവർ ഹാവ് എ നെഗറ്റീവ് വാല്യൂ. അതുകൊണ്ട് തന്നെ ഒരു പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ എന്നുള്ളത് ഉണ്ടാവില്ല. ദ വാല്യൂ ഓർ പ്രൈസ് ഓഫ് ആൻ അമേരിക്കൻ പുട്ട് ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഇൻട്രൻസിക് വാല്യൂ. അതുകൊണ്ട് തന്നെ ഒരു അമേരിക്കൻ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഇൻട്രൻസിക് വാല്യൂ. അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂവിനോട് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാളും ഗ്രേറ്ററോ ആയിരിക്കും. ദ വാല്യൂ മാക്സിമൈസേഷൻ ഇ മൈനസ് എസ് ഒ കോമ 0 ഈസ് കാൾഡ് ദ പുട്ട്സ് ഇൻട്രൻസിക് വാല്യൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പുട്ടിൻ്റെ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഗ്രേറ്റർ ഓഫ് 0 ആൻഡ് ദ ഓർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് സ്റ്റോക്ക് പ്രൈസ്. അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസും സ്റ്റോക്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസോ അല്ലെങ്കിൽ 0-നേക്കാളും ഗ്രേറ്ററോ ആയിരിക്കും. ഇറ്റ് ഈസ് ദ ഗ്രേറ്റർ ഓഫ് 0-നേക്കാളും ഗ്രേറ്ററോ അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസും സ്റ്റോക്ക് പ്രൈസും തമ്മിലുള്ള ഒരു ഡിഫറൻസോ ആയിരിക്കും. അതുപോലെ തന്നെ ആൻഡ് ഇൻ ദ മണി പുട്ട് ഹാസ് എ പോസിറ്റീവ് ഇൻട്രൻസിക് വാല്യൂ ആൻഡ് വൈൽ ഔട്ട് ഓഫ് ദ മണി പുട്ട് ഹാസ് എൻ ഇൻട്രൻസിക് വാല്യൂ 0. ഇൻ ദ മണി പുട്ട് ഓപ്ഷനിൽ പോസിറ്റീവ് ഇൻട്രൻസിക് വാല്യൂയും അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷനിൽ ഇൻട്രൻസിക് വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഔട്ട് ഓഫ് ദ മണിയിൽ ഇൻട്രൻസിക് വാല്യൂ 0 ഇൻ ദ മണി പുട്ട് ഓപ്ഷനിൽ പോസിറ്റീവായിട്ടുള്ള ഇൻട്രൻസിക് വാല്യൂവും ആയിരിക്കും. അതാണ് മിനിമം വാല്യൂ ഓഫ് പുട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് എ പുട്ട് ഓപ്ഷൻ. ഒരു പുട്ട് ഓപ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്താണെന്നാണ് പറയുന്നത്. ആൻ അമേരിക്കൻ പുട്ട് ഓപ്ഷൻ ക്യാൻ ബി എക്സസൈസ്ഡ് അറ്റ് എനി ടൈം. അമേരിക്കൻ പുട്ട് ഓപ്ഷൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എക്സസൈസ്ഡ് അറ്റ് എനി ടൈം, ബട്ട് യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി അറ്റ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് ദ ഓപ്ഷൻ. ഓപ്ഷൻ്റെ എക്സ്പയറി ഡേറ്റിൽ മാത്രമാണ് യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ എന്നുള്ളത് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യ പോലുള്ള രാജ്യത്ത് യൂറോപ്യൻ പുട്ട് ഓപ്ഷൻസ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അവിടെ അമേരിക്കൻ ഓപ്ഷൻസാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അമേരിക്കൻ ഓപ്ഷൻ എന്ന് പറയുന്നത് അറ്റ് എനി ടൈം ബിഫോർ ദ എക്സ്പയറി ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് എൻ്റെ അമേരിക്കൻ പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഹെൻസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ ഈസ് ദ സ്ട്രൈക്ക് പ്രൈസ്. അതുകൊണ്ട് തന്നെ ഒരു പുട്ട് ഓപ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും. സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ എക്സസൈസ് പ്രൈസ് ആയിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പി എ പുട്ട് ഓപ്ഷൻ ഓഫ് മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ ടു എസ് ഒ മൈനസ് ടി കോമ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. എസ് ഒ കോമ ടി കോമ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ആയിരിക്കും മാക്സിമം വാല്യൂ ഓഫ് ദ പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പുട്ടിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പുട്ട് ക്യാൻ ബി എക്സസൈസ് അറ്റ് എനി ടൈം. എപ്പോൾ വേണമെങ്കിലും അമേരിക്കൻ പുട്ട് ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ പറ്റും. ഹെൻസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ ഈസ് ദ സ്ട്രൈക്ക് പ്രൈസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും. ദാറ്റ് മീൻസ് എസ് ഒ കോമ ടി കോമ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. എസ് ഒ ടി അതുപോലെ തന്നെ ഇ എന്നുള്ളത് ഇയോട് തുല്യമോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും.
നെക്സ്റ്റ് പറയുന്നത് വാല്യൂ ഓഫ് പുട്ട് അറ്റ് എക്സ്പിറേഷൻ ടൈമിലുള്ള വാല്യൂ ഓഫ് പുട്ട് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഓൺ ദ പുട്ട്സ് എക്സ്പിറേഷൻ ഡേറ്റ് നോ ടൈം വാല്യൂ വിൽ റിമെയിൻ. പുട്ടിൻ്റെ എക്സ്പിറേഷൻ ഡേറ്റിൽ ടൈം വാല്യൂ എന്നുള്ളത് റിമെയിൻ ചെയ്യില്ല. ഹെൻസ് ദ വാല്യൂ ഓഫ് ദ പുട്ട് വിൽ ബി ദ ഇൻട്രിൻസിക് വാല്യൂ. അതുകൊണ്ട് തന്നെ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻട്രിൻസിക് വാല്യൂ ആയിരിക്കും. ഓൺ ദ പുട്ട്സ് എക്സ്പിറേഷൻ ഡേറ്റ് നോ ടൈം വാല്യൂ വിൽ റിമെയിൻ, ഹെൻസ് ദ വാല്യൂ ഓഫ് ദ പുട്ട് വിൽ ബി ഇൻട്രിൻസിക് വാല്യൂ. അതുകൊണ്ട് തന്നെ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് ഇൻട്രിൻസിക് വാല്യൂ ആയിരിക്കും. ദസ് പി st, e, 0 is equal to maximum e minus st, 0. If e greater than st and the price is less than e minus st, investors can buy the put and the stock and exercise the put for an immediate risk-free profit. If the put expires out of the money e less than st, it will be worthless. The value of the put at expiration means on put expiration date no time value will remain. പുട്ടിൻ്റെ എക്സ്പിറേഷൻ ഡേറ്റിൽ ടൈം വാല്യൂ റിമെയിൻ ചെയ്യുന്നുണ്ടാവില്ല. സോ ദ വാല്യൂ ഓഫ് പുട്ട് വിൽ ബി ദ ഇൻട്രിൻസിക് വാല്യൂ. അതുകൊണ്ട് തന്നെ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ ആയിരിക്കും. എക്സസൈസ് പ്രൈസ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ സ്റ്റോക്ക് പ്രൈസ് ആൻഡ് ദ പ്രൈസ് ഈസ് ലെസ് ദാൻ ഇ മൈനസ് st, ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബൈ ദ പുട്ട് ആൻഡ് ദ സ്റ്റോക്ക്. നെക്സ്റ്റ് പറയുന്നത് എഫക്റ്റ് ഓഫ് ടൈം ടു എക്സ്പിറേഷൻ. ടൈം ടു എക്സ്പിറേഷൻ്റെ എഫക്റ്റാണ് പറയുന്നത്. ടൈം ടു എക്സ്പിറേഷൻ ഹാസ് എഫക്റ്റ് ഓൺ വാല്യൂ ഓർ പ്രൈസ് ഓഫ് ദ പുട്ട്. പുട്ട് ഓപ്ഷൻ്റെ വാല്യൂവിലോ പ്രൈസിലോ ടൈം ടു എക്സ്പിറേഷന് എഫക്റ്റ് ഉണ്ട്. ആസ് എക്സ്പിറേഷൻ അപ്രോച്ചസ് ദ പുട്ട് പ്രൈസ് കർവ്സ് അപ്രോച്ചസ് ദ ഇൻട്രിൻസിക് വാല്യൂ. എക്സ്പിറേഷൻ അപ്രോച്ചസിൻ്റെ ഭാഗമായിട്ട് പുട്ട് പ്രൈസ് കർവ് എന്നുള്ളത് ഇൻട്രിൻസിക് വാല്യൂവിനെ അപ്രോച്ച് ചെയ്യുന്നത്. ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് ടൈം വാല്യൂ ഡീകെ. ടൈം വാല്യൂ ഡീക്കേൻ്റെ ഭാഗമായിട്ടാണ് നടപ്പിലാവുന്നത്. ടൈം വാല്യൂ ഡീകെ ഇസ് ദ ഫിനോമിനൻ വെയർ ബൈ ദ തിയറട്ടിക്കൽ വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ റെഡ്യൂസസ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. അതായത് ഒരു ഓപ്ഷൻ്റെ തിയറട്ടിക്കൽ വാല്യൂ എന്നുള്ളത് റെഡ്യൂസസ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. പാസേജ് ഓഫ് ടൈമിനനുസരിച്ച് റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിനോമിനെയാണ് നമ്മൾ ടൈം വാല്യൂ ഡീകെ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ എഫക്റ്റ് ഓഫ് ടൈം ടു എക്സ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ടൈം ടു എക്സ്പിറേഷൻ ഹാസ് എഫക്റ്റ് ഓൺ വാല്യൂ ഓർ പ്രൈസ് ഓഫ് ദ പുട്ട്. അതായത് ടൈം ടു എക്സ്പിറേഷൻ എന്നുള്ളതിന് പുട്ട് ഓപ്ഷൻ്റെ വാല്യൂവിലോ അല്ലെങ്കിൽ പ്രൈസിലോ ഒരു എഫക്റ്റ് ഉണ്ട്. ആസ് എക്സ്പിറേഷൻ അപ്രോച്ചസ് ദ പുട്ട് പ്രൈസ് കർവ് അപ്രോച്ചസ് ദ ഇൻട്രിൻസിക് വാല്യൂ. എക്സ്പിറേഷൻ്റെ ഭാഗമായിട്ട് പുട്ട് പ്രൈസ് എന്നുള്ളത് ഇൻട്രിൻസിക് വാല്യൂവിനോട് അപ്രോച്ച് ചെയ്യപ്പെടും. ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് ടൈം വാല്യൂ ഡീകെ. ടൈം വാല്യൂ ഡീകേൻ്റെ ഭാഗമായിട്ടാണിത് ഉണ്ടാവുന്നത്. ടൈം വാല്യൂ ഡീകെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിനോമിനൻ വെയർ ബൈ ദ തിയറട്ടിക്കൽ വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ. ഒരു ഓപ്ഷൻ്റെ തിയറട്ടിക്കൽ വാല്യൂ എന്നുള്ളത് റെഡ്യൂസസ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. പാസേജ് ഓഫ് ടൈമിനനുസരിച്ച് റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം വാല്യൂ ഡീകെ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ടൈം വാല്യൂ ഡീകെ ഇസ് ദ ഫിനോമിനൻ വെയർ ബൈ ദ തിയറട്ടിക്കൽ വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ റെഡ്യൂസസ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. Reduces with the passage of time. As expiration approaches, the put price curve approaches the intrinsic value. This is due to time value decay. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസിഡർ ടു അമേരിക്കൻ പുട്ട് ഓപ്ഷൻ, വൺ വിത്ത് എ ടൈം ടു എക്സ്പിറേഷൻ ഓഫ് T1 ആൻഡ് അതർ വിത്ത് എ ടൈം ടു എക്സ്പിറേഷൻ ഓഫ് T2. റിമെമ്പർ ദാറ്റ് T2 ഗ്രേറ്റർ ദാൻ T1. അതായത് T1 T2 എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ T2 എന്നുള്ളത് T1 ഗ്രേറ്റർ ആണ്. നൗ അസ്യൂം ടുഡേ ഇസ് ദ എക്സ്പിറേഷൻ ഡേറ്റ് ഓഫ് ദ ഷോർട്ട് ലീവ് പുട്ട്. ഷോർട്ട് ലീവ് പുട്ടിൻ്റെ എക്സ്പിറേഷൻ ഡേറ്റ് എന്നുള്ളത് T1, അതായത് ടുഡേ ആണെന്ന് വിചാരിക്കാം. സ്റ്റോക്ക് പ്രൈസ് ഈസ് ST1. ദ എക്സ്പയറിംഗ് പുട്ട് ഈസ് വർത്ത് മാക്സിമം E മൈനസ് ST1, 0. The other put which has a remaining time to expiration of T2 minus T1 is worth at least maximum E minus ST1, 0. Consequently, it must be true that at time 0 we must have PA SO, T2, E greater than or equal to PA SO, T1, E. അതായത് എഫക്റ്റ് ഓഫ് ടൈം ടു എക്സ്പിറേഷൻ പ്രകാരം സൂചിപ്പിക്കുന്നത് ഇതാണ്. T2 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ T1 ആണെന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് അപ്പർ ബൗണ്ട് ഫോർ പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ്റെ അപ്പർ ബൗണ്ടിനെ പറ്റിയാണ് പറയുന്നത്. എ പുട്ട് ഓപ്ഷൻ ഗിവ്സ് ദ ഹോൾഡർ ദ റൈറ്റ് ടു സെൽ ദ സ്റ്റോക്ക് ഫോർ എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസിൻ്റെ സ്റ്റോക്ക് സെൽ ചെയ്യാനുള്ള റൈറ്റാണ് പുട്ട് ഓപ്ഷൻ ഹോൾഡർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എ പുട്ട് ഓപ്ഷൻ ഗിവ്സ് ദ ഹോൾഡർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ
റൈറ്റ് ടു സെൽ ദ സ്റ്റോക്ക് ഫോർ എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസിൻ്റെ സ്റ്റോക്ക് സെൽ ചെയ്യാനുള്ള ഒരു റൈറ്റാണ് പുട്ട് ഓപ്ഷൻ ഹോൾഡർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നോ മാറ്റർ ഹൗ ലോ ദ മാർക്കറ്റ് പ്രൈസ് ബിക്കംസ്. മാർക്കറ്റ് പ്രൈസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണത്തിന് ആവശ്യമില്ല. ദ ഓപ്ഷൻ ക്യാൻ നെവർ ബി വർത്ത് മോർ ദാൻ എക്സസൈസ് പ്രൈസ്. ഓപ്ഷൻ എന്നുള്ളത് എക്സസൈസ് പ്രൈസിനെക്കാട്ടിലും എന്താകില്ല, മോർ ദാൻ ആവില്ല. ഹെൻസ് പുട്ട് ഓപ്ഷൻ പ്രൈസ് ഈസ് ഈക്വൽ ടു എക്സസൈസ് പ്രൈസ്. അതായത് അപ്പർ ബൗണ്ട് ഫോർ പുട്ട് ഓപ്ഷൻ എന്നുള്ളത് എന്തായിരിക്കും, ഈക്വൽ ടു എക്സസൈസ് പ്രൈസ് ആയിരിക്കും. എക്സസൈസ് പ്രൈസിനോട് ഈക്വൽ ആയിരിക്കും. പുട്ട് ഓപ്ഷൻ ഗീവ്സ് ദ ഹോൾഡർ ദ റൈറ്റ് ടു സെൽ ദ സ്റ്റോക്ക് ഫോർ എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസിൽ സ്റ്റോക്ക് സെൽ ചെയ്യാനുള്ള റൈറ്റാണ് പുട്ട് ഓപ്ഷൻ ഹോൾഡർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പ്രൈസ് എത്രമാത്രം ലോ ആണെന്നുള്ളതിൻ്റെ വിഷയമല്ല. ഓപ്ഷൻ ക്യാൻ നെവർ ബി വർത്ത് മോർ ദാൻ ദ എക്സസൈസ് പ്രൈസ്. ഓപ്ഷൻ ഒരു കാരണവശാലും എക്സസൈസ് പ്രൈസിനെക്കാട്ടിലും മോർ ദാൻ ആവില്ല. പുട്ട് ഓപ്ഷൻ പ്രൈസ് ഈസ് ഈക്വൽ ടു എക്സസൈസ് പ്രൈസ്. ദാറ്റ് മീൻസ് വേർ പി എന്ന് പറഞ്ഞാൽ പുട്ട് ഓപ്ഷൻ പ്രൈസാണ്, ഇ എന്ന് പറഞ്ഞാൽ എക്സസൈസ് പ്രൈസാണ്. നെക്സ്റ്റ് പറയുന്നത് ലോവർ ബൗണ്ട് ഓഫ് എ യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ. ഒരു യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ്റെ ലോവർ ബൗണ്ടിനെ പറ്റിയിട്ടാണ് ലാസ്റ്റ് പറയുന്നത്. വി ഹാവ് സീൻ ദാറ്റ് ദ മിനിമം വാല്യൂ ഓഫ് എൻ അമേരിക്കൻ പുട്ട് ഈസ് മാക്സിമം ഇ മൈനസ് എസ് ഒ കോമ 0. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് ഫോർ എ യൂറോപ്യൻ പുട്ട്. ഇതെന്ന് പറയുന്നത് യൂറോപ്യൻ പുട്ട് ഓപ്ഷന് എന്തല്ല, ഗുഡ് അല്ല. വി ഹാവ് സീൻ ദാറ്റ് ദ മാക്സിമം വാല്യൂ ഓഫ് എൻ അമേരിക്കൻ പുട്ട് ഓപ്ഷൻ ഈസ് minimum value of an American put option is maximum E minus SO, 0. This statement does not hold a good for European put. Consider two portfolio A and B. Portfolio A consists of single share of stock. Portfolio B consists of a short position in a European put priced at PE, SO, T, E, and a long position in risk-free bond with a face value of E and a present value of E 1 plus R raised to T. അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ എ ബി പ്രസൻറ്റ് വാല്യൂ എസ് ഒ പേ ഓഫ് ഫ്രം പോർട്ട്ഫോളിയോ ഗിവൻ സ്റ്റോക്ക് പ്രൈസ് അറ്റ് എക്സ്പിറേഷൻ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്, പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ്. ഇഫ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ഈസ് ലെസ് ദാൻ ദ സ്റ്റോക്ക് പ്രൈസ്. എക്സസൈസ് പ്രൈസിൻ്റെ പ്രസൻറ്റ് വാല്യൂ അതായത് സ്റ്റോക്ക് പ്രൈസിനേക്കാളും ലെസ് ദാൻ ആകുമ്പോൾ ദിസ് ലോവർ ബൗണ്ട് വിൽ ബി നെഗറ്റീവ്. ഈ ലോവർ ബൗണ്ട് എന്നുള്ളത് നെഗറ്റീവ് ആവും. സിൻസ് വി നോ ദാറ്റ് എ പുട്ട് കനോട്ട് ബി വർത്ത് ലെസ് ദാൻ 0. പുട്ട് ഓപ്ഷൻ എന്നുള്ളത് 0നേക്കാട്ടിലും എന്തായില്ല, ലെസ് ദാൻ ആയിട്ട് വരില്ല. The above notation means that the price of a European put option must at least equal the greater of the present value of the exercise price minus the stock price or 0. അതായത് യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് എന്നുള്ളത് എന്തായിരിക്കും, അറ്റ്ലീസ്റ്റ് ഈക്വൽ ദ ഗ്രേറ്റർ ഓഫ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനോട് ഗ്രേറ്റർ ആവുകയോ അല്ലെങ്കിൽ എക്സസൈസ് പ്രൈസ് മൈനസ് സ്റ്റോക്ക് പ്രൈസ്, എക്സസൈസ് പ്രൈസ് മൈനസ് സ്റ്റോക്ക് പ്രൈസോ അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആവുകയോ അല്ലെങ്കിൽ 0 ആവുകയോ ചെയ്യും. പ്രൈസ് ഓഫ് എ യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് എന്നുള്ളത് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ഈക്വൽ ദ ഗ്രേറ്റർ ഓഫ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ എക്സസൈസ് പ്രൈസ് മൈനസ് സ്റ്റോക്ക് പ്രൈസ്. എക്സസൈസ് പ്രൈസിൻ്റെ നിന്നും സ്റ്റോക്ക് പ്രൈസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂവോ അതിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ 0യോ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഈക്വലോ അല്ലെങ്കിൽ ഗ്രേറ്ററോ ആയിരിക്കും, അതല്ലെങ്കിൽ 0യോ ആയിരിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പുട്ട് ഓപ്ഷൻ പ്രൈസിംഗ് എന്ന ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കാൾ ഓപ്ഷൻ പ്രൈസിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസും പറഞ്ഞു, അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ പ്രൈസിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസും പറഞ്ഞു. കാൾ ഓപ്ഷൻ പ്രൈസിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് പോലെ തന്നെയാണ് കാൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് റൈറ്റ് ഓഫ് ദ ബയ്യർ ടു ഐദർ ടു പർച്ചേസ് ഓർ നോട്ട്. ഒരു അണ്ടർലൈങ് അസറ്റ് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു റൈറ്റാണ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ബയ്യർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷനെയാണ് നമ്മൾ കാൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ദ റൈറ്റ് ടു സെല്ല്. അതായത് ഇഫ് ദ ബയ്യർ മേക്സ് ഹിസ് ഒബ്ലിഗേഷൻ, ബയ്യർ അയാളുടെ ഒബ്ലിഗേഷൻ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ ടു സെൽ ദ ഗുഡ്സ് ടു ദ ബയ്യർ. ബയ്യർക്ക് സെൽ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, സെല്ലറുടെ ഡ്യൂട്ടിയാണ്. ആണ് കാൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നമ്മളെ വ്യത്യാസം എന്ന് പറയുന്നത്. കാൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ ആണെന്നെങ്കിൽ പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ടു സെൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് രണ്ട് തരത്തിലുള്ള ഓപ്ഷൻ, കാൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. പ്രിൻസിപ്പിൾസ് ഓഫ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. പുട്ട് ഓപ്ഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക.
കാൾ ഓപ്ഷൻ എന്താണെന്ന് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പുട്ട് ഓപ്ഷൻ പ്രൈസിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.